കേരള രാഷ്ട്രീയത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കേസാണ് CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള വിഷയം. ഈ CMRL എന്ന് പറയുന്ന കമ്പനിയും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള ഇടപാടുകളാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. ഇത് കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ഇടയിൽ വരികയും നമ്മൾ ഇപ്പോൾ അതിലെന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയും വാർത്തകൾ വരികയും ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പക്ഷേ ഇപ്പോൾ ആ കേസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു സംശയം വീണ്ടും ഉണർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ കേസിനൊരു സവിശേഷതയുണ്ട്. മുൻ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ മകൾ, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ വീണ വിജയനും കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും, അതായത് CMRL-ഉം തമ്മിലുള്ള 130 കോടി രൂപയുടെ സംശയാസ്പദമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, 2.78 കോടി രൂപയുടെ വിവാദമായിട്ടുള്ള പണമിടപാട്, ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ, ഇതെല്ലാം ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കൃത്യമായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയോ, ഈ കേസ് ചില ഘട്ടങ്ങളിൽ ഉയർന്നു വരും, ചില ഘട്ടങ്ങളിൽ നേരെ തിരിച്ചും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ വലിയ ഒരു പ്രതീതി സൃഷ്ടിക്കും, ഇപ്പൊ തന്നെ പിണറായി വിജയൻ തന്നെ അറസ്റ്റിലാകുമെന്നൊക്കെ തരത്തിലുള്ളതായിരുന്നു പലതിന്റെയും തലക്കെട്ടുകൾ വന്നുകൊണ്ടിട്ട് ഇരുന്നത്. അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ണൂരിൽ ED ഇറങ്ങി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചത് മാത്രമല്ല, ഭൂമി പരിശോധന ഉൾപ്പെടെ, ഭൂമിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന ഉൾപ്പെടെ ED നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ ദ്രുതഗതിയിൽ നടന്നേക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഈ കേസിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ യൂണിറ്റ്, അതായത് ED-യുടെ കൊച്ചി യൂണിറ്റ് വീണ വിജയന്റെ പേരിലുള്ളതായിട്ട് കരുതുന്ന ഭൂസ്വത്തുക്കൾ ഉണ്ടല്ലോ, അക്കൗണ്ട്സും കാര്യങ്ങളും, അത് ബാങ്ക് ഇടപാടുകൾ മാത്രമല്ല ഭൂസ്വത്തുക്കൾ, അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു വിവരശേഖരണം നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലയിലുള്ള പിണറായി വില്ലേജും പാതിരിയാട് വില്ലേജിലും ഒക്കെ അന്വേഷണ സംഘം വന്നതും അതിന്റെ പടങ്ങൾ ഉൾപ്പെടെയൊക്കെ മാധ്യമങ്ങളിൽ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ, ED എന്തിനാണ് ഭൂമി ഇടപാടൊക്കെ ശ്രദ്ധ തിരിക്കുന്നത്? ED ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത്, അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നൊരു വാദമുണ്ട്. എന്തിനാണ് ഭൂമി ഇടപാടിലേക്ക് ED ശ്രദ്ധ തിരിക്കുന്നത്? അക്കൗണ്ടിൽ നിന്ന് ഭൂമിയിലേക്ക് അന്വേഷണം എത്തിയത് എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിൽ പുതിയ തെളിവുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യമായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് ഏതാണ്ട് 2019-ലാണ്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് അഥവാ CMRL കമ്പനിയിൽ നിന്ന് ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ക്രമക്കേടുകളൊക്കെ കണ്ടെത്തുകയാണ്. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നു. കമ്പനിയുടെ കണക്കുകളിൽ ഏകദേശം 130 കോടി രൂപയുടെ സംശയാസ്പദമായിട്ടുള്ള ചെലവുകൾ കണ്ടെത്തിയെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഈ പട്ടികയിൽ ഇടം പിടിച്ച ഒരു പേരാണ് എക്സാലോജിക് എന്ന് പറയുന്ന എക്സാലോജിക് സൊല്യൂഷൻസ്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ IT കമ്പനി. CMRL നൽകിയതായിട്ട് പറയപ്പെടുന്ന 2.78 കോടി രൂപയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായത്. ഇത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഉയർന്നു വരുമായിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. സ്വാഭാവികമായും അത് ശരിയാണ്. കാരണം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ പിണറായി വിജയനായിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക സംരക്ഷണം ഈ കാര്യത്തിൽ വീണ വിജയന് കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ. ഒരു അടിസ്ഥാന വർഗ തൊഴിലാളി പാർട്ടിയുടെ നേതാവിന്റെ മകൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇന്നുമില്ല എന്നുള്ളതാണ്. CPM-ന് പോലും അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം നൽകാനായിട്ട് ഇല്ല. വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അന്വേഷണ ഏജൻസികളുടെ ആരോപണം എന്ന് പറയുന്നത് IT കൺസൾട്ടൻസി സ്ഥാപനം സേവനങ്ങൾ നൽകിയതിന് മതിയായ തെളിവുകളില്ലാതെ
പണം നൽകി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തൽ നടത്തിയത്. അതേസമയം തന്നെ ഈ ആരോപണങ്ങൾ ബന്ധപ്പെട്ടവർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനി ഈ കേസിൽ ആരെല്ലാം ഇടപെട്ടു എന്ന് നോക്കണം. ഏതെല്ലാം ഏജൻസികളാണ് ഇടപെട്ടത്? SFIO മുതൽ ED വരെ ഇടപെട്ടിട്ടുള്ള ഒരു കേസ്, അതും CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അല്ലെങ്കിൽ SFIO വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കേസ് പരിശോധിക്കാനായിട്ട് ED എത്തുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്നാണ് ഈ ഒരു കേസ് സത്യത്തിൽ കൂടുതൽ ഗൗരവതരമായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നത്. കാരണം ED അന്വേഷിക്കുന്നത് സാമ്പത്തിക ഇടപാട് മാത്രമല്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പണം എവിടെ നിന്ന് വന്നിട്ടുണ്ട്, അതിന് പകരമായിട്ട് എന്താണ് നൽകിയത്, ഇതിന് സേവനമായിട്ട് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, പണം പിന്നീട് എവിടേക്കാണ് പോയത്, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അപ്പോഴാണ് കണ്ണൂരിലെ രഹസ്യ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ മാസം ആദ്യം ED ഉദ്യോഗസ്ഥര് കണ്ണൂരിലെത്തി പരിശോധന നടത്തി എന്നുള്ളതാണ്. പിണറായി വില്ലേജിലും പാതിരിയാട് വില്ലേജിലുമാണ് ഈ പരിശോധന നടത്തിയത്. പിണറായി പാറപ്രം റോഡിൽ വീണ വിജയന്റെ പേരിൽ ഏകദേശം 80 സെന്റ് ഭൂമി ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഉടമസ്ഥാവകാശ വിവരങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഒക്കെ വന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മറ്റൊരു കാര്യമാണ്. പാതിരിയാട് വില്ലേജിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും അന്വേഷണ സംഘം പരിശോധിച്ചു എന്നാണ് ഈ റിപ്പോർട്ടുകൾ. ഈ ഭൂമിയും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ളതാണോ, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ച മറ്റൊരു സ്വത്താണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള യാതൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഭൂമി ഇടപാടുകളിലേക്ക് പോയിട്ടുള്ള കേസായിട്ട് ഇത് മാറുകയാണ്. ഈ കേസിൽ മുമ്പ് തന്നെ മറ്റൊരു നിർണായകമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. അത് വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അത് എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ED നടത്തിയിട്ടുണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപയുണ്ടായിരുന്ന അക്കൗണ്ടാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ED എന്താ പറയുന്നത് മരവിപ്പിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. ആകെ 1.5 ലക്ഷം രൂപ മാത്രം വരുന്ന ഒരു അക്കൗണ്ടാണ് ED മരവിപ്പിച്ചത്. അപ്പോൾ അക്കൗണ്ടിന് ശേഷം ഭൂസ്വത്തുക്കളിലേക്കും അന്വേഷണം എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ വിദഗ്ധരും നിയമവിദഗ്ധരും ഒക്കെ ഈ ഒരു കേസ് പുതിയൊരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ വിലയിരുത്തലുകൾ നടത്താനുള്ള കാര്യം റിപ്പോർട്ടുകൾ പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ദക്ഷിണ മേഖല മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറുമായിട്ടുള്ള പ്രശാന്ത് കുമാർ അന്വേഷണത്തിന് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ സമയം കളയാതെ മുന്നോട്ട് പോകാനാണ് ഈ ഒരു നിർദ്ദേശം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊരു സാധാരണ അന്വേഷണ നടപടിയാണോ, അതുമല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള നിയമ നടപടികൾക്ക് മുമ്പുള്ള ഒരു നീക്കമാണോ, ഇതൊക്കെയാണ് ചർച്ചയാകുന്ന ഒരു കാര്യം. ഇപ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേസാണ് ഇത്. കാരണം ഇതിനൊരു അന്തവും കുന്തവും ഇല്ലാത്ത ലാവ്ലിൻ കേസ് പോലെ ഒക്കെ ആകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹത്തിന്റെ പല തുറകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊരു വെറും സാമ്പത്തിക തട്ടിപ്പ് കേസ് മാത്രമല്ല. കാരണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുടെ പേര് വീണ വിജയൻ എന്നാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന നേതാവിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ഓരോ നടപടിയും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയാകുന്നുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം തുടർച്ചയായിട്ടൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ നോക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ഡീലിംഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ പൊതുജന സംസാരം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഭരണപക്ഷം ആരോപണങ്ങൾ അതായത് പ്രതിപക്ഷം പറയുന്നത് ഈ ഒരു ആരോപണം
രാഷ്ട്രീയ പ്രേരിതമാണ്. അവരത് ഭരണപക്ഷത്തിരുന്നപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇതിനിടെയാണ് അന്വേഷണം അതിന്റെ വഴിയെ മുന്നോട്ട് പോകുന്നത്. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരംഭിക്കുമോ, അല്ലെങ്കിൽ ഇത് വെറും ഒരു റൂമറായിട്ട് മാറുമോ? അന്വേഷണം പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയതിന് പിന്നിൽ എന്താണ്? വിവരശേഖരണ ഘട്ടം മാത്രമാണോ ഇപ്പോഴുള്ളത്? വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ED വിളിപ്പിക്കുമോ? CMRL അധികൃതർക്കെതിരെയും സമാനമായുള്ള നടപടികളൊക്കെ ഉണ്ടാകുമോ? എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ പുറത്തു വരുമോ? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് സത്യത്തിൽ കേരളം കാത്തിരിക്കുന്നത്. ഒരു വശത്ത് CMRL, മറുവശത്ത് എക്സാലോജിക് ഉണ്ട്. ഇനി നടുഭാഗത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 130 കോടി രൂപയുടെ വിവാദ ഇടപാടുകളുണ്ട്, 2.78 കോടിയുടെ ആരോപണങ്ങളുണ്ട്, കണ്ണൂരിലെ ഭൂമിയുണ്ട്, EDയുടെ പരിശോധനയുണ്ട്, ED സ്പെഷ്യൽ ഡയറക്ടറായിട്ടുള്ള പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശമുണ്ട്. ഇതെല്ലാം ചേരുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു കേസുകളിൽ ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം EDയുടെ നടപടി എന്തായിരിക്കും എന്നറിയാൻ.